ഉത്തരമലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മീനമാസത്തിൽ നടക്കുന്ന ആഘോഷമാണ് പൂരോത്സവം. വടക്കിൻ്റെ ഈ വസന്തോത്സവത്തിൽ വീടുകളിലും കാവുകളിലും ക്ഷേത്രങ്ങളിലും പലവിധങ്ങളായ അനുഷ്ഠാന ചടങ്ങുകളാണ് പൂരോത്സവത്തിൻ്റെ ഭാഗമായി നടക്കാറുള്ളത്. കുഞ്ഞിമംഗലം ശ്രീ മല്യോട്ട് പാലോട്ടുകാവിൽ നിന്നും അണീക്കര പൂമാല ഭഗവതി കാവിലേക്ക് നടക്കുന്ന കഴകം കയറൽ ചടങ്ങിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത അപൂർവമായ ചടങ്ങുകൾക്കാണ് പൂരക്കാലത്ത് കുഞ്ഞിമംഗലം സാക്ഷ്യം വഹിക്കുന്നത്. പുരാവൃത്ത പ്രകാരം മല്യോട്ട് പാലോട്ടുകാവിലെ പാലോട്ട് ദൈവം അണീക്കര പൂമാല ഭഗവതിയുടെ പതിസ്ഥാനമായാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാലോട്ട് ദൈവത്തിന് അണീക്കര ക്ഷേത്രം ഭാര്യാഗ്രഹമാണ്. ഈ ബന്ധത്തിന്റെ ഊഷ്മളത വിളിച്ചോതുന്ന ചടങ്ങാണ് പൂരോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കഴകം കയറൽ. പാലോട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷനായ മല്യോട്ടച്ഛന്റെ നേതൃത്വത്തിൽ ബാല്യക്കാരും മടിയന്തരക്കാരും പരികർമ്മികളും അടങ്ങുന്ന വലിയൊരു സംഘം അണീക്കര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. സാക്ഷാൽ പാലോട്ട് ദൈവം തന്റെ പത്നീഗൃഹത്തിലേക്ക് എഴുന്നള്ളുന്നതായാണ് വിശ്വാസം. ഈ യാത്ര അണീക്കരയിലെത്തിയാൽ തൻ്റെ അധികാരവും അവകാശവും സ്ഥാപിക്കാനായി ഓലപ്പന്തൽ വലിച്ചു പറിച്ചെടുത്ത് അതിലിരിക്കണമെന്നാണ് നിയമം. ഭക്തിയുടെ ആവേശത്തിൽ ഭക്തർ പന്തൽ വലിച്ചു കീറുന്ന ഈ പന്തൽ വലിക്കൽ ചടങ്ങ് കാണാൻ നിരവധി കണക്കിന് ആളുകളാണ് ഇവിടെ ഒത്തുചേരാറുള്ളത്. വ്രതനിഷ്ഠയിൽ പൂക്കളും പാട്ടുമായി കൗമാരക്കാരായ പെൺകുട്ടികൾ വീടുകളിൽ പൂരത്തെ വരവേൽക്കുമ്പോൾ ക്ഷേത്രാങ്കണങ്ങൾ മറത്തുകളിയുടെയും കഴകം കയറലിൻ്റെയും ആവേശത്തിൽ അമരുന്നു. ആചാരങ്ങൾ വെറുമൊരു ചടങ്ങല്ലെന്നും അത് കുടുംബ ബന്ധങ്ങളുടെയും സാമൂഹിക ഐക്യത്തിൻ്റെയും പ്രതീകമാണെന്നും കുഞ്ഞിമംഗലത്തെ ഈ പൂരോത്സവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൂരവും പൂരക്കളിയും വടക്കൻ കേരളീയരുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു അനുഷ്ഠാനത്തിനപ്പുറം വടക്കൻ കേരളീയരുടെ ഈ ആഘോഷം നാട്ടുകൂട്ടായ്മയുടെ വലിയൊരു സംഗമം കൂടിയാണ്. വിഷ്വൽ ജേർണലിസ്റ്റ് അഗ്നിവേശിനൊപ്പം സന്തോഷ്, കുഞ്ഞിമംഗലം, നെറ്റ്വർക്ക് ന്യൂസ്.